അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. ഇത് അച്യുതാഷ്ടകത്തിലെ ശ്ലോകമാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇന്ന് രേവതി നക്ഷത്രമാണ്. ഇന്ന് കൃഷ്ണപക്ഷ ഏകാദശിയാണ്. കറുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് കറുത്തപക്ഷത്തിലെ ഏകാദശി. അതിനാൽ ഇന്നത്തെ ദിനം ശ്രീകൃഷ്ണൻ്റെ ഭജനകളാൽ മുഴങ്ങട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ദിനം ഇന്ന് 1201 ഇടവ മാസം 28-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 11-ാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത കറുത്തപക്ഷത്തിൽ ഏകാദശി, വ്യാഴാഴ്ച, സാക്ഷാൽ രേവതി നക്ഷത്രം. രേവതി നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ആരാണ്? ബുധനാണ്. ബുധനെ കൊണ്ടാണ് നാം ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായ വിഷ്ണുവിൻ്റെ അവതാര ദൈവങ്ങളെ ചിന്തിക്കുക. ദ 10 ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു. അതിനാൽ ഇന്നത്തെ ദിനം കൃഷ്ണ ഭക്തിമയമായി മാറ്റുക. കൃഷ്ണ സഹസ്രനാമം ജപിക്കാം, അല്ലെങ്കിൽ അച്യുതാഷ്ടകം. ആരുടെ നാവിലും തത്തിക്കളിക്കുന്ന മന്ത്രമാണ്. അഷ്ടകം എന്നാൽ 8 ശ്ലോകങ്ങളാണ്. വിഷ്ണവേ ജിഷ്ണവേ ശംഖിനെ ചക്രിനെ. എത്ര മനോഹരങ്ങളായ ശ്ലോകങ്ങളാണ്. ഓരോ ശ്ലോകങ്ങളും ഇവിടെ നമ്മുടെ ഋഷികൾ നമുക്ക് ചിട്ടപ്പെടുത്തി തന്നിട്ടുള്ളത്. കാലത്ത് രേവതി നക്ഷത്രത്തിൽ വാങ്ങാനും കൊടുക്കാനും പറ്റില്ല. വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് രേവതി നക്ഷത്രം. പക്ഷേ 8:15 വരെ കാലത്ത് രേവതിയും, അതിനുശേഷം 8:15 മുതൽ അശ്വതി നക്ഷത്രവും ഉത്തരത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. 9 നക്ഷത്രങ്ങൾ ഉത്തരത്രയത്തിൽപ്പെടുന്നു. ഈ 9 നക്ഷത്രങ്ങളിൽ രേവതിയും അശ്വതിയും വരുന്നുണ്ട്. ഉത്തരത്രയമാണ്. ഉത്രമത്തം ചിത്ര, ഉത്രാടം തിരുവോണം അവിട്ടം, ഉത്രട്ടാതി രേവതി അശ്വതി. പക്ഷേ ഈ 9 നക്ഷത്രങ്ങളിലും 3 നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പാടില്ല. ഒന്ന് രേവതി, മറ്റൊന്ന് ചിത്ര, മറ്റൊന്ന് ഉത്രം, ഭാഗ്യമെന്ന ഉത്രം. മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ നല്ലതാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിനം കാലത്ത് 6:38 മുതൽ 7 മണി വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താം, സാമ്പത്തിക വിഷയം ഒഴിച്ച്. പിന്നീട് 8:15 കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രമാണ്. പക്ഷേ അശ്വതി ഗണ്ഡാന്തമുണ്ട്. ആദ്യത്തെ 15 നാഴിക അത്രത്തോളം ഇല്ലെങ്കിലും ആദ്യത്തെ 3:45 നാഴിക നാം വർജിക്കണം. അതിനാൽ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിനം ഉച്ചയ്ക്ക് 1:06 മുതൽ 1:30 വരെയുള്ള സമയം ഏറ്റവും നല്ല കാലഹോര, ഏറ്റവും നല്ല രാശിയാണ് ഞാൻ ഗണിച്ച് നൽകിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രധ്വനികളാൽ അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി ചെയ്യുക. അപ്രകാരം തന്നെ കേരളത്തിന് വെളിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്ത് ചെയ്യുക? ഇന്നത്തെ ദിനം നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെ ശുഭകരമാണ്. നാഗപ്രീതി നടത്തണം. സർപ്പപ്രീതിരവശ്യമേവ കരണീയം. ആരോഗ്യപുത്രാപ്തിയെ, നിങ്ങളുടെ ആരോഗ്യത്തിനും സന്താനശ്രേയസ്സിനും ചെയ്യണം സർപ്പപ്രീതി. നാഡീ ഞരമ്പുകളെയാണ് രാഹുകേതുക്കൾ ബുദ്ധിമുട്ടിപ്പിക്കുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ശോഭനമായി ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.